കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെ, എന്തിനാ മോളെ നിനക്കിതൊക്കെ? ഇത്രയും വാശി നല്ലതിനല്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കും മോളെ. ഇതൊന്നും നല്ലതിനല്ല. എനിക്കറിയാം അച്ഛാ. ഞാൻ പറയുന്നത് കേക്ക് മോളെ. ഇല്ല അച്ഛാ, ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ അച്ഛൻ എന്നെ തടയരുത്. നിങ്ങൾ നടത്തിക്കോളൂ. ആ ഭഗവതി എന്റെ കൂടെ ഉണ്ടാവും. വേണ്ട അച്ഛ, പറയുന്നത് കേക്ക്. അച്ഛൻ നിർത്ത്. എഴുന്നേക്ക് അച്ഛ, പറയുന്നത് കേക്ക്. നിന്റെ നാവ് പൊന്നാകട്ടെ. ഈ കല്യാണം മുടങ്ങി കിട്ടിയാ മതി. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഞാൻ ആ വീട്ടിലുള്ളിടത്തോളം നടക്കാൻ അനുവദിക്കില്ല. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. ജാനകിയല്ല, വൈദേഹി. എന്റെ മോള് വൈദേഹി. അവളാണ് വൈദേഹി എന്ന് പറയാൻ കഴിയാതെ ഇത്രയും കാലം സ്വന്തം ഭർത്താവിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. വൈദേഹി ഓർത്ത് ഞാൻ വിഷമിച്ചപ്പോഴൊക്കെ അവൾ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം അനിയനെ പോലെ എന്റെ മോനെ അവൾ സ്നേഹിച്ചു. വാ നിറയെ അവളെ ഞാൻ ചാന്ന് വിളിച്ചു. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ദേവി. എനിക്കിത് മതി. ഈ ജന്മത്തേക്ക് ഇത് മതി. ഭഗവതി, നിനക്ക് 101 നാളികേരം നേരെയാണ്. എന്റെ മകള് വൈദേഹിയെ നീ വീണ്ടും എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചു തന്നല്ലോ. വൈദേഹി, വൈദേഹി, മോളെ വൈദേഹി.
എന്തിനു വിടണം? എന്റെ കല്യാണം മുടക്കിയപ്പോ മുതല് നിന്നെ ഞാൻ കൊല്ലം പ്ലാൻ ഇട്ടതാ. ഇപ്പഴാ ഒത്തു വന്നത്. വിടരുത് ഇവളെ. കഴുത്ത് ഞെരിച്ചു കൊന്നേക്ക്. ഇവളുടെ കണ്ണിലൂടെ പ്രാണം പുറത്തേക്ക് പോകുന്നത് എനിക്ക് കണ്ട് ആസ്വദിക്കണം. സത്യത്തിൽ ആരാടി നീ? എത്ര കഷ്ടപ്പെട്ട ഞാനൊരു പ്ലാൻ ഒരുക്കി കൊട്ടാരം വീട്ടിലെ സാമ്രാജ്യത്തിലേക്ക് പടയൊരുക്കിയത്. അതിനെതിരെ നീ യുദ്ധം ചെയ്യുമല്ലേ? ദശരഥ രാമവർമ്മയുടെ അനന്തരവളായിട്ട് ആ വീട്ടിൽ കയറി പറ്റാനും ദേവനെ ആ കല്യാണം വരെ കൊണ്ടെത്തിക്കാനും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയോ? വൈദേഹി ഉണ്ടല്ലോ, ആ ദേവന്റെ ഭാര്യ, അവള് ജീവനോടെ ഉണ്ടെങ്കിൽ ദേവനുമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നുള്ളത് കൊണ്ടാ അവളെ ഞാൻ അങ്ങ് കാലപുരിയിലേക്ക് അയച്ചത്. വൈദേഹി മരിച്ചുപോയി. തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടിയല്ലെന്നോർത്ത് ദേവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴാ താലി കെട്ടാൻ നേരത്ത് നീ അങ്ങോട്ട് കയറി വന്നത് എല്ലാം നശിപ്പിച്ചതും. അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിടണോ? കൊല്ലടാ അവളെ. എന്താടി നോക്കുന്നത്? കൊട്ടാരം വീട്ടിൽ കയറി പറ്റാൻ എന്റെ ജീവൻ എടുക്കുന്ന എന്തിനാണെന്നാണ് ആലോചിക്കുന്നത്? എനിക്കെല്ലാം അറിയാടി. നീ എന്നെ പോലെ തന്നെ ഒരു കള്ളിയാടി. രാജയോഗ അനുഭവിക്കാൻ വേണ്ടി കേറി വന്നിട്ട് അവസാനം എന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ? എന്താ ഇവിടെ ചാവത്ത് വലിക്ക്? എന്റെ ജീവൻ ഇതോടെ പോയാ നീ രക്ഷപ്പെട്ടിടി. എങ്ങാനും ജീവൻ പോയില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ 10 ഇരട്ടി ഞാൻ നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കും. ഇതെന്താ? ഇവളുടെ ജീവൻ എന്താടാ പോവാതെ? വലിച്ചു മുറുക്കി കൊന്നു കളയടാ. വൈദേഹി, മോളെ വൈദേഹി, ചത്തടാ അവള്. തോലയട്ടെ. വൈദേഹി, 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 മോളെ, മോളെ, വൈദേഹി, 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 മോളെ,
എന്താ പറ്റിയേ? വൈദേഹി, വൈദേഹി, മോളെ, 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 കണ്ണൂർന്നേ, മോളെ, കണ്ണൂർക്ക്, കണ്ണു തുറക്ക് മോളെ. വൈദേഹി, മോളെ, വൈദേഹി, കണ്ണു തുറക്ക് മോളെ. വൈദേഹി, മോളെ, മോളെ. ഇനി ഒരു കടമ്പ കൂടി കിടക്കണം. അത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ജനകരാമോർമ്മേ. എല്ലാം ആ ദൈവനിശ്ചയം പോലെ. നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളുക. ഒരു നാള് മകള് നിങ്ങളുടെ പൂമുഖപ്പടിയിൽ വന്ന് നിൽക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിത്രമേ. നമ്മുടെ ഈ കഥയിലെ എന്റെ അധ്യായം ഇവിടെ തീരുന്നു. എത്ര ജന്മത്തിലെ പുണ്യമാണോ, ഏത് ദൈവത്തിന്റെ വരമാണോ ഈ ജന്മം നിന്നിൽ അണഞ്ഞത്. ഈ ക്ഷണം വരെയുണ്ടായ സകല തടസ്സങ്ങളെയും എതിർത്ത് പോരാടി പോരാടി നിന്റെ അരികിൽ അണയാൻ ശ്രമിച്ച് ഞാൻ തളർന്നു സഖ. മരണമേ എന്നെ വിട്ടകലൂ, അകലാതിരിക്കൂ ശ്വാസമേ. എന്റെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ നിന്നോട് അപേക്ഷിക്കുകയാണ്. പക്ഷെ വാക്കുകളോട് ശബ്ദം പോലും പിണങ്ങിയിരിക്കുന്നു. എന്തെല്ലാം മോഹങ്ങൾ, അവയെല്ലാം ഇന്ന് കാറ്റോട് കാറ്റായി കലർന്നു പോകുന്നു. ഈ ജന്മത്തിന്റെ നിയോഗം ഇതാണോ? മറ്റൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയാവാൻ വേണ്ടി മാത്രം ജനിക്കണം, നിന്റെ മാത്രം പ്രണയിനിയാവണം, നിന്റെ നിഴലായി മാത്രം നടക്കാൻ കഴിയണം, 100 വർഷം നിന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. നമ്മൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി ഈ വട്ടം എന്നെ വളർത്തിയ എന്റെ അച്ഛന്റെ മകളായി ജനിക്കണം. അനാഥയാവാതെ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകളായി, നിന്റെ ഭാര്യയായി മരിക്കണം. ഇനി എനിക്കാവില്ല സഖ. എന്റെ ജീവൻ എന്നോട് വിട പറയാൻ വെമ്പുകയാണ്. എന്റെ ശ്വാസം നിനക്ക് കടമായി നൽകി പടിയിറങ്ങുകയാണ്. ഈ ജന്മത്തേക്ക് യാത്രയാവട്ടെ. എന്റെ അരികിൽ തന്നെ ഉണ്ടായിട്ടും എന്റെ മോളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഒടുവിൽ തിരിച്ചറിഞ്ഞപ്പോൾ നീ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണല്ലോ മോളെ. എത്രയോ പ്രശ്നങ്ങൾ കടന്ന് ഇവിടം വരെ എത്തിയിട്ട് അവസാനം നീ എന്നെ തോൽപ്പിച്ചു കളയരുത്. നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായ നിന്റെ ഭർത്താവിന് വേണ്ടി നീ എഴുന്നേറ്റ് വാ.
വൈദേഹി! ഈശ്വര. സിസ്റ്ററെ, ബോഡി മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ. ഓക്കെ ഡോക്ടർ.